Hello and welcome to the Code B. കണ്ടീഷണൽ എക്സിക്യൂഷനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ഇഫ്, എൽസ്, എലിഫ്, ട്രൈ, എക്സെപ്റ്റ് എന്നീ കീവേഡ്സിനെ പരിചയപ്പെടാൻ പോവുകയാണ്. ഇഫ് എന്താണെന്ന് ഉദാഹരണത്തിലൂടെ പറയാം. x equal to 1. If x less than 3, print less than 3. ഇഫിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഇൻറ്റൻഡഡ് ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇഫിൻ്റെ ഉള്ളിൽ എക്സ് ലെസ് ദാൻ 3 എന്ന എക്സ്പ്രഷൻ ട്രൂ ആണ്. കാരണം എക്സിലുള്ള വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ 3 ട്രൂ ആണ്. റൺ ചെയ്തു നോക്കാം. ലെസ് ദാൻ 3 എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇഫിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ട്രൂ ആയി വന്നു. നമുക്ക് കണ്ടീഷൻ ഒന്ന് മാറ്റി നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ഗ്രേറ്റർ ദാൻ 3. റൺ ചെയ്ത് നോക്കാം. ഒന്നും തന്നെ എക്സിക്യൂട്ട് ആയില്ല. കാരണം ഇപ്പോൾ ഇഫിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ഫാൾസ് ആണ്. അതിനു കാരണം എക്സിലുള്ള വാല്യൂ 1 ആണ്. 1 ഗ്രേറ്റർ ദാൻ 3 ഫാൾസ് ആണ്. അതുകൊണ്ട് ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവില്ല. തന്നിരിക്കുന്ന എക്സാമ്പിളിലെ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്പേസ് ഉപയോഗിച്ച് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. അതിനാൽ തന്നിരിക്കുന്ന പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻറ്റൻറ്റഡ് ബ്ലോക്ക് ഓഫ് കോഡാണ്. അടുത്തതായി എൽസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഇഫിലെ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇഫിലെ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇഫിൻ്റെ താഴെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നില്ല. പകരം എൽസിൻ്റെ താഴെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള കോഡ് ബ്ലോക്ക് ആവും എക്സിക്യൂട്ട് ആവുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് ഇക്വൽ ടു 1. ഇഫ് എക്സ് ലെസ് ദാൻ 3, പ്രിൻറ്റ് ലെസ് ദാൻ 3, എൽസ് പ്രിൻറ്റ് ഗ്രേറ്റർ ദാൻ 3. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടും 1 ലെസ് ദാൻ 3 ആയതുകൊണ്ടും ഇഫിൻ്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ട്രൂ ആയി വരുന്നു. അതിനാൽ പ്രിൻറ്റ് ലെസ് ദാൻ 3 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നു. റൺ ചെയ്ത് നോക്കാം. ലെസ് ദാൻ 3 എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മൾക്ക് കണ്ടീഷൻ ഒന്ന് മാറ്റി നോക്കാം. ഫോർ എക്സാമ്പിൾ എക്സ് ഗ്രേറ്റർ ദാൻ 3. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ടും 1 ഗ്രേറ്റർ ദാൻ 3 ഫോൾസ് ആയതുകൊണ്ടും ഇഫിൻ്റെ താഴെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള കോഡ് ബ്ലോക്സ് എക്സിക്യൂട്ട് ആവുന്നതല്ല. പകരം എൽസിൻ്റെ താഴെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ള കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ 3 എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. നേരത്തെ കണ്ട എക്സാമ്പിളിൽ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നീ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മറ്റ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിനെ പരിചയപ്പെടാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. ഇവയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 ഈക്വൽ സൈൻ ചേർന്നതാണ് ഈക്വൽ ടു ഓപ്പറേറ്റർ. ഒരു ഈക്വൽ ടു സൈൻ മാത്രമാണെങ്കിൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഇപ്പോൾ പറഞ്ഞ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സിൻ്റെ സിമ്പിൾസ് ഇപ്രകാരമാണ്. ലെസ് ദാൻ സിമ്പിൾ ലെസ് ദാൻ നെയിം, ലെസ് ദാൻ ഈക്വൽ ടു സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നെയിം, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഗ്രേറ്റർ ദാൻ നെയിം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നെയിം, ഈക്വൽ ടു നെയിം, എക്സ്ക്ലമേഷൻ മാർക്ക് ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു നെയിം സൂചിപ്പിക്കുന്നു. ഇവയുടെ ഉപയോഗം വരുന്ന വീഡിയോകളിൽ നമുക്ക് കാണാം. ഇപ്പോൾ കണ്ട ഇഫ് എൽസ് എക്സാമ്പിളിൽ 2-വേ ഡിസിഷൻ മേക്കിംഗ് ആണ് വർക്കൗട്ട് ആയിട്ടുള്ളത്. കാരണം ഇഫിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിൽ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുകയും ഇഫിലെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിൽ ഇൻറ്റൻറ്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് മൾട്ടിവേ ഡിസിഷൻ മേക്കിംഗ് പരിചയപ്പെടാം. അതിനായി എലിഫ് എന്ന കീവേഡ് ഉപയോഗിക്കാം.
തന്നിരിക്കുന്ന ഉദാഹരണം നോക്കുക. x equal to 0 if x less than 2 print small, if x less than 10 print medium, else print large. ഇവിടെ xന്റെ വാല്യൂ 0 ആണ്. x less than 2 ട്രൂ ആണ്. ഇഫിലെ കണ്ടീഷൻ ട്രൂ ആയതിനാൽ ഇഫിൽ ഇൻഡന്റ് ചെയ്തിരിക്കുന്ന കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ആവുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സ്മോൾ എന്ന ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ഇഫിലെ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ പ്രോഗ്രാം എലിഫിലേക്ക് നീങ്ങുന്നു. ഉദാഹരണത്തിനായി നമുക്ക് എക്സിന്റെ വാല്യൂ മാറ്റി നോക്കാം. ഇപ്പോൾ ഇഫിലെ കണ്ടീഷൻ ഫാൾസ് ആണ്, കാരണം 5 ലെസ് ദാൻ 2 ഫാൾസ് ആണ്. പക്ഷേ എലിഫിലെ കണ്ടീഷൻ ട്രൂ ആണ്, കാരണം 5 ലെസ് ദാൻ 10 ട്രൂ ആണ്. അതിനാൽ പ്രിന്റ് മീഡിയം എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. മീഡിയം എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി എക്സിന്റെ വാല്യൂ ഒരു 100 എന്ന് കൊടുത്തു നോക്കാം. ഇവിടെ ഇഫ് കണ്ടീഷനും എലിഫ് കണ്ടീഷനും ഫാൾസ് ആണ്. അതിനാൽ എൽസ് കണ്ടീഷൻ എക്സിക്യൂട്ട് ആവുന്നു. റൺ ചെയ്ത് നോക്കാം. ലാർജ് എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്, കാരണം എൽസിലെ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. നമുക്ക് എലിഫ് എന്ന കണ്ടീഷൻ ഒന്നിൽ കൂടുതൽ തവണ കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഇവിടെ എലിഫ് x ലെസ് ദാൻ 20 പ്രിന്റ് ബിഗ്. എക്സിന് 15 എന്ന വാല്യൂ കൊടുത്തു നോക്കാം. റൺ ചെയ്ത് നോക്കാം. ബിഗ് എന്ന ഔട്ട്പുട്ടാണ് ലഭിച്ചിട്ടുള്ളത്, കാരണം രണ്ടാമത്തെ എലിഫ് കണ്ടീഷനാണ് ട്രൂ ആയിട്ടുള്ളത്. അടുത്തതായി ട്രൈ, എക്സെപ്റ്റ് എന്നീ കീവേഡ്സിനെ പരിചയപ്പെടാം. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണത്തിനായി ഇവിടെ നെയിം ഇക്വൽ ടു ബോബ്. ബോബ് ഒരു സ്ട്രിംഗ് ആണ്. ട്രൈ കണ്ടീഷനിൽ നമ്പർ ഇക്വൽ ടു ഇൻഡ് ഓഫ് നെയിം എന്നെഴുതിയത് കാണാം. നമുക്കറിയാം നെയിം ഒരു സ്ട്രിംഗ് ആയതുകൊണ്ട് ഇൻഡ് ഉപയോഗിച്ച് അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനാൽ നമ്പർ ഇക്വൽ ടു ഇൻഡ് ഓഫ് നെയിം എന്ന കോഡ് ബ്ലോക്ക് സാധാരണ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്താൽ എറർ തരുന്നതായിരിക്കും. ഇവിടെ ട്രൈ ആൻഡ് എക്സെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കോഡ് റൺ ചെയ്യാം. ട്രൈയിൽ എറർ ഉള്ള കോഡ് ബ്ലോക്കും എക്സെപ്റ്റിൽ എറർ വരുന്ന കണ്ടീഷനിൽ റൺ ചെയ്യേണ്ട കോഡ് ബ്ലോക്കും നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്പർ ഇക്വൽ ടു ഇൻഡ് ഓഫ് നെയിം എറർ തരുന്നത് കൊണ്ട് നമുക്ക് നമ്പർ ഇക്വൽ ടു -1 എന്ന് കൊടുത്ത് നമ്പറിൽ -1 എന്ന് അസൈൻ ചെയ്യാം. അതിനായി എക്സെപ്റ്റിൽ നമ്പർ ഇക്വൽ ടു -1 എന്ന് കൊടുക്കാം. നമുക്ക് ഈ കോഡ് റൺ ചെയ്ത് നോക്കാം. -1 എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിനു കാരണം പ്രിന്റ് നമ്പർ എന്ന സ്റ്റേറ്റ്മെന്റിൽ നമ്പറിന്റെ വാല്യൂ -1 ആണ്. മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. നെയിം ഇക്വൽ ടു 123. ഇവിടെ ട്രൈ കണ്ടീഷനിൽ എറർ ഇല്ല. നമ്പർ ഇക്വൽ ടു ഇൻഡ് ഓഫ് നെയിം റൺ ആവുന്നു. അതിനാൽ നമ്പറിന്റെ വാല്യൂ 123 എന്ന നമ്പറായി മാറുന്നു. പ്രിന്റ് നമ്പർ എന്ന സ്റ്റേറ്റ്മെന്റ് 123 എന്ന് പ്രിന്റ് ചെയ്യും. നമുക്ക് റൺ ചെയ്ത് നോക്കാം. $123 എന്ന് ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. ട്രൈ ആൻഡ് എക്സെപ്റ്റിൻ്റെ കൂടുതൽ ഉദാഹരണങ്ങൾ വരുന്ന വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. ട്രൈ എക്സെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം,
ട്രൈ കണ്ടീഷനിൽ മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് കോഡ് വരുമ്പോൾ പ്രോഗ്രാം എങ്ങനെ വർക്കാവുന്നു എന്നതാണ്. ഇവിടെ ട്രൈ കണ്ടീഷനിൽ ആദ്യത്തെ ലൈനായ നമ്പർ ഈക്വൽ ടു ഇൻറ്റ് ഓഫ് നെയിം റൺ ചെയ്താൽ എറർ തരുന്നു. അതുകൊണ്ട് പ്രോഗ്രാം അടുത്ത സ്റ്റേറ്റ്മെൻറ്റായി എക്സെപ്റ്റ് കണ്ടീഷനിലെ നമ്പർ ഈക്വൽ ടു -1 ആണ് റൺ ചെയ്യുക. ഇവിടെ പ്രിന്റ് ഹലോ ബി എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇഗ്നോർ ചെയ്യപ്പെടുന്നു. നമുക്ക് പ്രോഗ്രാം റൺ ചെയ്തു നോക്കാം. -1 എന്ന ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഹലോ ബി എന്ന് പ്രിൻ്റായി വന്നിട്ടില്ല. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇതുപോലുള്ള ടെക് ആൻഡ് ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുന്നതിനായി ദ കോഡ് ബി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.